വിസ്മയ കേസ് പ്രതി കിരണിനെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ കേസെടുത്തു. വീടിന് മുന്നിൽ എത്തിയ യുവാക്കളാണ് അതിക്രമം കാണിച്ചത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന കിരണിനെ കേസിന്റെ കാര്യം പറഞ്ഞ് വെല്ലുവിളിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. സംസ്ഥാനം തന്നെ ചർച്ച ചെയ്തൊരു കേസാണ് വിസ്മയ കേസ്. സ്ത്രീധനത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഈ കിരൺ വിസ്മയെ മർദ്ദിക്കുകയും പിന്നീട് വിസ്മയെ ആത്മഹത്യ ചെയ്ത സംഭവം. ഇതിനുശേഷം സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി ജാമ്യത്തിൽ ഇദ്ദേഹം വീട്ടിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് 2 ദിവസം മുമ്പ് മദ്യപിച്ചെത്തിയ 2 പേർ ഇദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തെത്തുകയും ഈ പോരുവഴി അമ്പലത്തിങ്ങാല ഭാഗത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വീട്ടിന് മുന്നിലെത്തിയ യുവാക്കൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അതിക്രമം നടത്തുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തെ അസഭ്യം പറയുകയും ചെയ്തു. എന്തായാലും സംഭവം ബന്ധപ്പെട്ട് കിരൺകുമാർ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഈ പരാതി നൽകിയ സാധാരണ ഇങ്ങനെയുള്ള അക്രമങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ ഈ കാണിച്ചത് കള്ളിൻ്റെ പുറത്താണെങ്കിൽ അല്ലെങ്കിലും ബിഗ് സല്യൂട്ട് തന്നെയാണ്. കാരണം ഇവൻറ്റ് അങ്ങനെ കിട്ടാനുള്ള ഓരോ മലയാളി ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ രീതിയിലുള്ള പ്രവൃത്തി അവൻ കാണിച്ചു വെച്ചത് കിട്ടേണ്ടത് തന്നെയാണ്. അതിൽ ഈ പറയണതിൽ എനിക്ക് പല കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ കാണിച്ചതിൽ യാതൊരു തെറ്റുമില്ല. അവൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഇപ്പം ജാമ്യത്തിലിറങ്ങി സൂചിക്കുക. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് ഇവൻ്റെ നിരപരാധിയായി പുറത്തേക്ക് ഇറങ്ങും. നിരപരാധിത്വം വിട്ടുവെച്ച് പുറത്തേക്ക് ഇറങ്ങും. പിന്നെ ഇവന് വീണ്ടും സർവീസിൽ കയറും. അന്ന് പണ്ട് ഈ പുള്ളിക്ക് ജാമ്യം എന്ന് പറഞ്ഞ രീതിക്ക് കണ്ട് വാർത്ത വന്നപ്പോൾ അതിനകത്ത് അടി വന്നൊരു കമൻ്റായിരുന്നു. അല്ല, വഴിയിൽ എവിടെ വെച്ച് കണ്ടാൽ കൊടുത്തേക്കുക, വരുന്നത് വരുത്തി വെച്ച് കാണിട്ടേന്ന്. അതേപോലെ തന്നെയാണ് ആൾക്കാർ സംഭവിച്ചത്. കാരണം അവൻ ചെയ്തുള്ള പ്രവൃത്തിക്കുള്ള ശിക്ഷ കോടതി വിട്ടാലും ജനങ്ങൾ വിടില്ല. ഇങ്ങനെയുള്ള എല്ലാ കുറ്റം ചെയ്യുന്നവർക്കും ഇതൊരു പാഠാവട്ടെ. കാരണം കോടതി ചിലപ്പോൾ വിട്ടേക്കാം, പക്ഷെ ജനങ്ങൾ വിടില്ല.